പ്രൈസ്ലോ ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായി 2 തിമോഥെയോസിൻ്റെ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം. വചനം പ്രസംഗിക്കുക, സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കുക, സകലവും ദീർഘക്ഷമയോടുകൂടി ശാസിക്കുക, തർജ്ജനം ചെയ്യുക, പ്രബോധിപ്പിക്കുക. സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി സ്വാഗതം. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആഴം മനസ്സിലാക്കുവാൻ ഈ വീട് ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു നാമത്തിൻ്റെ ആമേൻ. സ്തോത്രം. ഈയിടെ തിമോഥെയോസിനോട് കർത്താവ് പൗലോസ് പറയുകയാണ്, വചനം പ്രസംഗിക്കുക, സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കുക, സകല ദീർഘക്ഷമയോടുകൂടെ ശാസിക്കുക. സ്തോത്രം. തർജ്ജനം ചെയ്യുക, പ്രബോധിപ്പിക്കുക. സ്തോത്രം. അപ്പോൾ ഒരു ദൈവത്തിൻ്റെ സഹപാഠനെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ഹല്ലേലൂയ, നാം വചനം പ്രസംഗിക്കുക. ദൈവം നമ്മളെ ആക്കിയിരിക്കുന്ന സ്ഥലത്തിൽ ദൈവം നമ്മളെ ഏൽപ്പിച്ച ശുശ്രൂഷയ്ക്ക് തക്കവണ്ണം നാം വചനം പ്രസംഗിക്കുന്നവരായിത്തീരണം. അത് ഏത് സമയത്താണ്? സമയത്തിലും അസമയത്തും. ഏത് സമയത്ത്? ഇപ്പോൾ രാത്രിയിലേക്ക് ഏത് സമയത്താണ് ദൈവം നമ്മളെ ഏൽപ്പിക്കുന്നത്, ആ സമയത്ത് നാം ഒരുങ്ങി നിൽക്കുവാനിടയായിത്തീരണം. സ്തോത്രം. മാത്രമല്ല ഹല്ലേലൂയ, സകല ദീർഘക്ഷമയോടുകൂടി ശാസിക്കുക. ദൈവത്തിൻ്റെ വചനത്തിൽ അനുശാസ്യമായി തെറ്റുകൾ കാണുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനമായി ദീർഘക്ഷമയോടുകൂടി നാം ശാസിക്കുന്നവരായിത്തീരണം. സ്തോത്രം. അതാരായിരുന്നാലും വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവത്തിന് ദീർഘക്ഷമയോട് കൂടിയായിരിക്കണം ആ ശാസന എന്ന് പൗലോസ് തിമോഥെയോസിനോട് പറയുകയാണ്. ഞാൻ അങ്ങനെ ചെയ്യണം, തർജ്ജനം ചെയ്യുക. കാരണം ഇത് ഒരു വചനത്തിൻ്റേതായ അത് വെളിപ്പാടുകളിൽ അനുസരിച്ച് അത് മറ്റുള്ളവർക്ക് തർജ്ജനം ചെയ്ത് കൊടുക്കുവാൻ ഇടയായിത്തീരണം. സ്തോത്രം. മാത്രമല്ല വചനത്തിൽ പ്രബോധിപ്പിക്കുക. ഇത്യാദി കാര്യങ്ങളെല്ലാം ദൈവത്തിൻ്റെ പറയുക. മാത്രമല്ല നീയോ സകലത്തിലും നിർമ്മതനായിരിക്കുക, കഷ്ടം സഹിക്കുക, സുവിശേഷത്തിൻ്റെ പ്രവൃത്തി ചെയ്യുക, നിൻ്റെ ശുശ്രൂഷ നടപടിയായി നിവർത്തിക്കുക. സ്തോത്രം. 5-ാമത്തെ വാക്യം വീണ്ടും പറയുകയാണ്, സ്വതം നീയോ സകലത്തിലും നിർമ്മതനായിരിക്കണം, കഷ്ടം സഹിക്കണം, സുവിശേഷത്തിൻ്റെ പ്രവൃത്തി ചെയ്യുക, നിൻ്റെ ശുശ്രൂഷ നടപടിയായി നിവർത്തിക്കുക. എന്ത് നല്ല ഹല്ലേലൂയ അർത്ഥവത്തമായ വചനമാണ്. സ്തോത്രം. ഹല്ലേലൂയ. സകലത്തിലും നിർബന്ധനായിരിക്കണം, നാം കഷ്ടം സഹിക്കാൻ തയ്യാറായിരിക്കണം. ഹല്ലേലൂയ. സ്തോത്രം. സുവിശേഷത്തിൻ്റെ പ്രവൃത്തി ചെയ്യുവാൻ ശക്തിയോടെ നാം ആയിരിക്കണം. ഹല്ലേലൂയ. സ്തോത്രം. സുവിശേഷത്തിൻ്റെ പ്രവൃത്തി നടപടിയായി സ്റ്റെപ്പായി ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ നടപടിയായി ചെയ്യുവാൻ പൗലോസ് അവൻ്റെ മരണത്തിൻ്റെ സമയം അടുത്ത് വന്നപ്പോൾ തൻ്റെ ഹല്ലേലൂയ സഭാ ശുശ്രൂഷകന്മാരോട് പ്രബോധിപ്പിക്കുക. തിമോഥെയോസിനോടും തീത്തോസിനോടും ഒക്കെ പറയുകയാണ്, ഹല്ലേലൂയ, വരുമ്പോൾ നീ എൻ്റെ പുതപ്പും ഹല്ലേലൂയ എൻ്റെ ലിപികളും എടുത്തുകൊണ്ട് വരണം. അവൻ എഴുതിയ ലേഖനങ്ങൾ എല്ലാം എടുത്തുകൊണ്ട് വരണം. വേറെ ഒന്നും അവൻ എടുത്തുകൊണ്ട് വരാനില്ല. സ്തോത്രം. ഇതൊക്കെ നാം കാണുമ്പോൾ ആ കൃത്യമായി ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിന് മാത്രം അർപ്പണം ചെയ്ത പൗലോസിൻ്റെ നിര്യാണ കാലം വരെയും ദൈവം അവനെ അറിയിച്ചിരുന്നു. സ്തോത്രം. അത് തൻ്റെ ശുശ്രൂഷകൾക്ക് ദൈവം ആ ശുശ്രൂഷയുടെ അധികാരത്തെ ഏൽപ്പിച്ച് കൊടുത്തതിന് ശേഷം അവൻ മരണമടയുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത്. സ്തോത്രം. അപ്പോൾ നാം ചെയ്യേണ്ട ശുശ്രൂഷയുടെ നടപടിയായിട്ടുള്ള കാര്യങ്ങൾ ഹല്ലേലൂയ പൗലോസ് തിമോഥെയോസിന് പറഞ്ഞു കൊടുക്കുകയാണ്. ശുശ്രൂഷയിൽ എന്തൊക്കെ നീ ആയിത്തീരണം, എന്തൊക്കെ ചെയ്യണം, എന്തെല്ലാം ചെയ്യരുത്. ഹല്ലേലൂയ ഓരോന്നും സ്റ്റെപ്പായി പറഞ്ഞു കൊടുത്ത് ഹല്ലേലൂയ ഒരു സഹപഠനെ ധൈര്യപ്പെടുത്തിയതിന് ശേഷമാണ് പൗലോസ് മരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നത്. നമ്മുടെ ജീവിതത്തിലും പ്രിയ ദൈവമക്കളെയും നമ്മെ ഏൽപ്പിച്ച ശുശ്രൂഷ നമ്മിൽ നിന്ന് നമ്മുടെ തലമുറകളിലേക്ക് ആ അഭിഷേകം ഒഴുവാനിടയായിത്തീരട്ടെ. നമ്മുടെ മരണകാലം എടുക്കുമ്പോൾ നമ്മുടെ ഇളം തലമുറയിന്മേൽ ആ ശുശ്രൂഷ കൈമാറുവാൻ നമുക്ക് ഇടയായിത്തീരണം. സ്തോത്രം. അപ്പോൾ നാം വിശ്വസ്തയോടെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ആ അഭിഷേകത്തിൻ്റെ ശക്തി, ആ അധികാരം നമ്മുടെ തലമുറയുടെ മേലും ഇളം തലമുറയുടെ മേലും കൈമാറുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അതിനായി സുവിശേഷത്തിൻ്റെ ഓരോ സ്റ്റെപ്പുകളും സ്റ്റെപ്പായി കർത്താവിൻ്റെ പ്രവൃത്തി സ്റ്റെപ്പായി തികയ്ക്കുവാൻ
ദൈവം നമ്മളെ അതിനെ സഹായിക്കട്ടെ. അതിനാൽ ഈ വചനങ്ങൾ ദൈവം നമ്മളെ ഓരോരുത്തരെയും ഒരുക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലസ് യു.